രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും പുതിയ ഗവർണർമാർ ചുമതല ഏറ്റെടുക്കുന്നത്. മലയാളി കൂടിയായി CV ആനന്ദബോസിന് പകരം തമിഴ്നാട് ഗവർണർ RN രവിയെ ആണ് പശ്ചിമ ബംഗാൾ ഗവർണർ ആയി നിയമിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ഗവർണർ ആയിട്ടുള്ള വിശ്വനാഥ് അലർക്കറിന് തമിഴ്നാടിന്റെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന് പകരം ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് ഹസനിയെയാണ് ബീഹാറിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന പശ്ചാത്തലം പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും കേരളം, അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനിടയിലാണ് ഈ ഗവർണർമാരെ മാറ്റിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഗവർണർമാരെ മാറ്റിയത്, എന്ത് പശ്ചാത്തലത്തിലാണിത് എന്ന സംശയം ആണ് ഉയരുന്നത്. ER രാഗേഷ് ആണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. രാകേഷ്, പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഗവർണർമാരെ അടക്കം മാറ്റുന്ന സാഹചര്യവും സൃഷ്ടിച്ചിട്ട് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ, ആ സമയത്താണ് ഈ ഗവർണർമാരെ മാറ്റുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്താണ് വിവരങ്ങൾ? പല സംസ്ഥാനങ്ങളിലെയും ഗവർണർമാരെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ വലിയ ചർച്ചയായിരിക്കുന്നത് ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ്. ഈ പട്ടിക നോക്കുകയാണെങ്കിൽ 2 ഗവർണർമാരാണ് പകരം പുതിയ ചുമതല നൽകാത്തത്. ഒന്ന് CV ആനന്ദബോസ് മാറ്റിയിരിക്കുന്നു, അദ്ദേഹത്തിന് മറ്റു ചുമതലകളൊന്നും തന്നെ നൽകിയിട്ടില്ല. രണ്ടാമത്തത് മുൻ കേരള ഗവർണർ കൂടിയായ ഇപ്പോൾ ബീഹാറിൻ്റെ ചുമതല വഹിച്ചിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹത്തിനും മറ്റു ചുമതലകളൊന്നും തന്നെ നൽകിയിട്ടില്ല. മറ്റെല്ലാവർക്കും തന്നെ സ്ഥാനം മാറ്റമാണ്, അതായത് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റമാണ് നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം കേരള ഗവർണറായി 5 വർഷം പൂർത്തീകരിച്ചതാണ്. അതിനുശേഷം ബീഹാറിൽ ഇപ്പോൾ അദ്ദേഹം ഏതാണ്ട് 1.5 വർഷത്തിലധികമായി ബീഹാറിലാണ്. പക്ഷേ CV ആനന്ദബോസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം 3.5 വർഷം മാത്രമേ ഈ സ്ഥാനത്ത് ഗവർണർ പദവിയിൽ എത്തിയിട്ട് ആയിട്ടുള്ളൂ. മാത്രവുമല്ല, അത് അപ്രതീക്ഷിത തീരുമാനമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ 1:41 ബംഗാൾ രാജ്ഭവൻ്റെ ട്വീറ്റ് വന്നിട്ടുള്ളത്. അതായത് രാഷ്ട്രപതി പങ്കെടുക്കുന്ന ലോഞ്ച് ചെയ്യുന്ന ഡാർജിലിംഗ് ഫെസ്റ്റിവലിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്. മാത്രവുമല്ല, അദ്ദേഹം ഇന്നലെ ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ തീരുമാനം ഇതിന് പുറകിലുണ്ട് എന്ന് തന്നെ തീർച്ചയായും പറയാം. അദ്ദേഹത്തുമായി ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കാം ഇത്തരമൊരു രാജിയിലേക്ക് പോയത്. കേന്ദ്രം ഒരുപക്ഷെ അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതായിരിക്കാനുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. കാരണം ഇതിനു മുൻപ് ബംഗാളിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിരന്തരം സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് നിലനിന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു പശ്ചിമ ബംഗാൾ. അദ്ദേഹത്തിന് മുൻപ് ജഗ്ദീപ് ധൻകർ, മുൻ ഉപരാഷ്ട്രപതി കൂടിയായ ജഗ്ദീപ് ധൻകറാണ് ബംഗാൾ ഗവർണറായിരുന്നത്. നിരന്തരം ഏറ്റുമുട്ടലായിരുന്നു സർക്കാരും ഗവർണറും തമ്മിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമാണ് CV ആനന്ദബോസിൻ്റെ കാര്യത്തിലുണ്ടായത്. സർക്കാരുമായി നല്ല ബന്ധം എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ജഗ്ദീപ് ധൻകറിൻ്റെ കാലയളവ് ഉണ്ടായതുപോലെ നിരന്തരം ഏറ്റുമുട്ടൽ സർക്കാരും രാജ്ഭവനും തമ്മിൽ ഉണ്ടായിരുന്നില്ല. ചില വിഷയങ്ങളിലൊക്കെ തന്നെ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് VC നിയമനവുമായി ബന്ധപ്പെട്ട ആയിരുന്നു ആദ്യ തർക്കമുണ്ടായിരുന്നെങ്കിൽ പോലും പലപ്പോഴും സർക്കാരും ഗവർണറും ഒന്നിച്ചു പോകുന്ന നിലയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് രാജ്ഭവനും സർക്കാരും ചേർന്ന് പ്രവർത്തിക്കണമെന്ന നിലപാടൊക്കെ തന്നെ പലപ്പോഴും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ബംഗാൾ BJPക്ക് വലിയ എതിർപ്പ് CV ആനന്ദബോസിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കാരണം പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരി, BJP നേതാവാണ് അദ്ദേഹം തന്നെ പരസ്യമായി ഗവർണർക്കെതിരെ അടുത്തിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും ഒരു രാഷ്ട്രീയ തീരുമാനമായിരിക്കാം ഇതിന് പിന്നിലെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, മമതാ ബാനർജിയുടെ പ്രതികരണം കൂടി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. മമതാ ബാനർജിയാണ് പറഞ്ഞത് രാഷ്ട്രീയ തീരുമാനമാണ്, രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാജി എന്ന ആരോപണം മമത ഈ പ്രഖ്യാപനത്തിൽ തൊട്ട് പിന്നാലെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം കേന്ദ്രത്തിൻ്റെ മേൽ അത്രമേൽ സമ്മർദ്ദം CV ആനന്ദബോസിന് ഉണ്ടായിരുന്നു എന്ന ആരോപണമാണ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി കൂടി ഉന്നയിച്ചത്. മമതാ ബാനർജി മാത്രം അവസാനിക്കുന്നില്ല അത്തരം ആരോപണം. കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളും സമാനമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ തീരുമാനം തന്നെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, അവിടേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് തമിഴ്നാടിൻ്റെ ഗവർണറായിരുന്ന RN രവിയാണ്. RN രവി പലപ്പോഴും തമിഴ്നാട് സർക്കാരുമായി, സ്റ്റാലിൻ സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടലായിരുന്നു. ഏറ്റവും ഒടുവിൽ ബജറ്റ് സമ്മേളനത്തിൽ പോലും ബജറ്റ് വായിക്കാതെ പോവുകയും എന്തുകൊണ്ട് താൻ വായിച്ചില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് വലിയ കുറിപ്പൊക്കെ തന്നെ അദ്ദേഹം പുറത്തിറക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കേന്ദ്രവുമായി അല്ലെങ്കിൽ നിരന്തരം തമിഴ്നാട് സർക്കാരുമായി ഏറ്റുമുട്ടലിൻ്റെ പാതയിലായിരുന്ന ഒരു ഗവർണറെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്
ബംഗാളിലേക്ക് അയച്ചിരിക്കുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. ഏതായാലും CV അനന്തബോസിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു പ്രതികരണം, എന്തുകൊണ്ട് രാജി എന്ന കാര്യത്തിൽ ഒരു പ്രതികരണം വന്നിട്ടില്ല. അതല്ല, ഇനി BJP മറ്റേതെങ്കിലും പദവിയിലേക്ക് അദ്ദേഹത്തെ നിയോഗിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലും ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. തീർച്ചയായും തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത്തരത്തിലൊരു നിർണായകമായ തീരുമാനങ്ങൾ. അതിൽ തന്നെ ഈ സൂചിപ്പിക്കുന്ന പോലെ രാഗേഷ് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് CV ആനന്ദബോസിനെ നീക്കിയത്? മറ്റ് ഗവർണർമാർക്ക് അധിക ചുമതലയോ മാറ്റമോ ആണെങ്കിൽ ഇപ്പോൾ CV ആനന്ദബോസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചുമതല നൽകിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ, അതായത് കേരളത്തിൽ ഒരു നിർണായകമായ പോരാട്ടം നടക്കുന്നു, ചില മണ്ഡലങ്ങളിൽ എങ്കിലും വലിയ തോതിൽ മുന്നേറ്റം നടത്താൻ BJP ആഗ്രഹിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് CV ആനന്ദബോസിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ചില ബന്ധങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയൊക്കെ ഉന്നത പദവികൾ ഉൾപ്പെടെ അലങ്കരിച്ച വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയും തള്ളിക്കളയേണ്ടതില്ല എന്നാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? അതെ അഭിലാഷ്, കാരണം ഗവർണർ ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം BJPയിൽ ഔദ്യോഗികമായി അംഗത്വം എടുത്ത വ്യക്തിയാണ്. ഏതാണ്ട് 2020 തന്നെ അദ്ദേഹം BJPയിൽ അംഗത്വം എടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ കോവിഡ് കാലത്തൊക്കെ തന്നെ ടാസ്ക് ഫോഴ്സിൻ്റെ ഒക്കെ തന്നെ പ്രവർത്തനം ഏകോപിപ്പിച്ച് ചില മന്ത്രാലയങ്ങളുടെ ഒക്കെ തന്നെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് ഈ ഗവർണർ പദവിയിലേക്കൊക്കെ തന്നെ അദ്ദേഹം എത്തുകയും ചെയ്യുന്നത്. ഏതായാലും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചേക്കാമെന്നൊക്കെ തന്നെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണമോ അല്ലെങ്കിൽ തന്നെ അത്തരം സ്ഥിരീകരണമോ BJPയുടെ ഭാഗത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു തീരുമാനം, അതായത് ഗവർണർ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് രാഷ്ട്രീയ തീരുമാനം എന്ന് തന്നെ തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്തരം സൂചനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. BJPയുടെ ഭാഗത്തുനിന്നും എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഈ പട്ടിക നോക്കുകയാണെങ്കിൽ തന്നെ പലർക്കും പല ഗവർണർമാർക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മാറ്റമാണ് നൽകിയിരിക്കുന്നത്. അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് തെലങ്കാനയിലേക്ക്, തെലങ്കാനയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക്, അങ്ങനെ മാറ്റമാണ് നൽകിയിരിക്കുന്നത്. ഈ പട്ടിക നോക്കുകയാണെങ്കിൽ അങ്ങനെ 2 പേർക്കാണ് അത്തരം പുതിയ പദവികളൊന്നും തന്നെ സ്ഥാനങ്ങളൊന്നും തന്നെ നൽകാതിരിക്കുന്നത്. ഒന്ന് CV അനന്തബോസാണ്, രണ്ടാമത്തത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനും CV ആനന്ദബോസും തമ്മിലുള്ള വ്യത്യാസം, അദ്ദേഹം ഏതാണ്ട് 7 വർഷക്കാലം ഗവർണർ പദവിയിൽ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗവർണർമാരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ 7 വർഷത്തിൽ കൂടുതലൊന്നും പലർക്കും നൽകിയിട്ടുമില്ല. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിൽ ആ ഒരു ഇളവ് സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ CV ആനന്ദബോസിനെ എന്തുകൊണ്ട് മാറ്റിയെന്നൊരു വിശദീകരണം സ്വാഭാവികമായും ഇനി വരേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഏതായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു കൃത്യമായ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ എന്നൊക്കെ തന്നെ BJP നേതാക്കൾ അനൗദ്യോഗികമായെങ്കിലും പറയുന്നെങ്കിൽ പോലും ഔദ്യോഗികമായ പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഗവർണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കീഴ്വഴക്കങ്ങൾ അടക്കം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മലയാളികളുടെ പട്ടിക തന്നെ പരിശോധിച്ചാൽ നമുക്ക് അറിയാം, കുമ്മനം രാജശേഖരൻ അദ്ദേഹം ഗവർണർ പദവി അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ പിന്നീട് അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും വീണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരികയും ചെയ്തു. PS ശ്രീധരൻപിള്ള ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്, ഗോവ ഗവർണർ. അദ്ദേഹം കാലാവധി പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്ന സൂചനകളുണ്ട്. PS ശ്രീധരൻപിള്ളയുടെ പേര് ചില മണ്ഡലങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന സാഹചര്യം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CV ആനന്ദബോസ് അദ്ദേഹം നിലവിൽ ബംഗാളിൻ്റെ ഗവർണറായി സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. അധിക ചുമതല നൽകിയിട്ടുമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേറെ സാങ്കേതികമായ തടസ്സങ്ങൾ ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി CV ആനന്ദബോസ് വരുമോ? BJP കേന്ദ്രങ്ങൾ ഈ വിഷയത്തിൽ മറുപടി നൽകിയിട്ടില്ല. ഒപ്പം CV ആനന്ദബോസിന്റെ പ്രതികരണവും ലഭ്യമായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.